കിരൺ കുമാർ എന്ന് പറഞ്ഞൊരു പരമ ചെറ്റയെ നമ്മൾ മലയാളികൾ ആരും തന്നെ ഒരിക്കലും മറക്കില്ല. വിസ്മയ എന്ന് പറഞ്ഞൊരു പാവം പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള പരനാരിയെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. പക്ഷേ ഈ ഒരു ദിവസം ഞാൻ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു ന്യൂസ് ആയിരുന്നു ഇത്. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചു. ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് വിസ്മയുടെ വീട്ടുകാരെ പറ്റിയാണ്, സഹോദരനെ പറ്റിയാണ്. കാരണം എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. ആ സഹോദരൻ 24 ന്യൂസിൽ വന്നിട്ട് ഇതിനെപ്പറ്റി പ്രതികരിച്ചൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ വോയിസ് ക്ലിപ്പ് പ്ലേസ് ചെയ്യാം. അത്രയും വികാരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഇവൻ 10 വർഷം ജയിലിൽ കിടക്കും. 2022 ഇവന് ശിക്ഷ കിട്ടുന്നത്. അപ്പോൾ 10 വർഷം ഇവൻ ജയിലിൽ കിടക്കും നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷെ പെട്ടെന്ന് സുപ്രീം കോടതി എന്തുകൊണ്ട് ഇവന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു? അല്ലെങ്കിൽ ഇവന് ഇപ്പോൾ ജാമ്യത്തിൽ ഇവൻ പുറത്തിറങ്ങാം. 1 മാസം ഇവൻ പരോളിലായിരുന്നു. ഇവനിപ്പോൾ നിലവിൽ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൻ ജാമ്യം കിട്ടും, അവൻ പുറത്തിറങ്ങും. 2032 വരെയാണ് അവൻ ജയിലിൽ കിടക്കേണ്ടത്. പക്ഷെ ഇനി എന്താകും, ഈ കേസ് എന്താകും നമുക്ക് അറിയില്ല. എന്തായാലും വിസ്മയുടെ വീട്ടുകാർ മുന്നോട്ട് പോകും, കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2021 ജൂൺ 21 വിസ്മയ മരണപ്പെടുന്നത്. ഈ കിരൺകുമാറിന് ഒരു ശിക്ഷ കോടതി വിധിക്കുന്നത് 2022 2022 മെയ് മാസത്തിൽ. അപ്പോൾ 2032 വരെ 10 വർഷമാണ് ഇവന് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. ഇവനൊരിക്കലും ഇനി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകാനായിട്ട് പറ്റില്ല, ഗവൺമെന്റ് ജോലി ഒന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം, ഇവൻ പരോളിൽ 1 മാസത്തിന് മുന്നേ, 1 മാസം ഇവൻ പരോളിൽ പുറത്തിറങ്ങി. പിന്നീട് ഇവൻ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ഇവൻ ചെയ്തു വെച്ച കാര്യം ഉണ്ടായിരുന്നു, ഹൈക്കോടതിയാണല്ലോ ഇവന് ശിക്ഷ വിധിച്ചത്. അപ്പോൾ ഹൈക്കോടതിയിൽ ഇവനൊരു അപ്പീൽ പോയിട്ടുണ്ടാകും. ആർക്കാണല്ലോ അപ്പീൽ പോകാം. അപ്പോൾ ഹൈക്കോടതിയിൽ താൻ തെറ്റുകാരനല്ല, ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല, ഞാൻ വിസ്മയെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടിട്ടില്ല, അവൾ സ്വമേധയാ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനൊരു അപ്പീലിന് പോയത്. ഇവൻ അപ്പീലിന് പോയ സമയത്ത് സുപ്രീം കോടതി അപ്പീൽ ശരിവെച്ചില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്തു, ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഇവൻ അപ്പീൽ കൊടുക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്ത സമയത്താണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ഇവൻ്റെ ആ ഒരു ശിക്ഷയിൽ അല്ലെങ്കിൽ ഇവൻ്റെ അപ്പീലിൽ ഇനി എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം എടുക്കുന്ന സമയം വരെയും ഇത് ഫ്രീസ് ചെയ്യുകയാണ്. അതായത് ഇവൻ്റെ ആ ഒരു ശിക്ഷാ നടപടി ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവന് ജാമ്യം കിട്ടും, ജാമ്യത്തിൽ ഇവന് പുറത്തിറങ്ങാൻ പറ്റുകയും ചെയ്യും. ഇങ്ങനെയായി ഇപ്പോൾ കാര്യങ്ങൾ. നമുക്കിത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ദേഷ്യമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കിരൺകുമാർ എന്ന് പറയുന്ന നാറിനെ നമ്മുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊട്ടിക്കണമെന്ന് തോന്നിപ്പോവും. ഞാൻ ആരും അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ നമുക്കിത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു ദേഷ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വിസ്മയുടെ മരണത്തിന് കാരണക്കാരൻ ഈ കിരൺകുമാറാണ് നമുക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ടറിയാം. അതിനുശേഷം സമാനമായിട്ടുള്ള ഒരുപാട് കേസുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇവന് ജാമ്യം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ അവസ്ഥ എന്താണ്? ഇനി നാളെ നമ്മുടെ നാട്ടിലുള്ള ഏത് പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരികയും ചെയ്യാം. ഈ ഒരു കേസിൽ തെളിവില്ലാത്തതുകൊണ്ടാണോ ഹൈക്കോടതിയിൽ ഇവന് 10 വർഷം ശിക്ഷ കൊടുത്തത്? സാക്ഷികളുണ്ടായിരുന്നു, തെളിവുകളുണ്ടായിരുന്നു, കൃത്യമായിട്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. തെളിവുകളില്ലാത്ത കേസൊന്നുമല്ല, സാക്ഷിയില്ലാത്ത കേസല്ല. കൃത്യമായിട്ട് വക്കീല് അവനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താണ് അഡ്വക്കേറ്റ്. ഇപ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ഞാൻ എന്തായാലും വിസ്മയുടെ സഹോദരനുണ്ട്, ആ സഹോദരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡ്സ് ഒരുപാട് സങ്കടം വരും അത് കേൾക്കുമ്പോഴത്തേക്കും. വിജിത്ത് എന്നാണ് സഹോദരന്റെ പേര്. ഞാൻ എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് പ്ലേസ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ശിക്ഷ ശരിവെച്ച ഒരു കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ മാക്സിമം ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിക്കുകയും കഴിയുന്ന പരമാവധി പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനം വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു കേസിന് ശേഷം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങളും ഉണ്ടായ ഒരു കേസാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചത്. അപ്പോ ഇതിന് മേളിലും അവിടെ പോകുമ്പോഴും ഇതേപോലെ പല ആൾക്കാർക്ക് ഇപ്പോ എന്താ പറയാ, നമ്മുടെ ഇരയ്ക്കെന്നും നീ നിഷേധിക്കുന്ന ഒരു ഭരണഘടനയെ നമ്മുടെ ഒരു നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെനിക്കൊരു ഷോക്കല്ല. കാരണം ഇത് ഞാൻ സുപ്രീം കോടതി പോകുമ്പോൾ അവർക്കിതൊരു കേസല്ല, മനസ്സിലായില്ലേ? അവര് ആ പറയുന്ന വക്കീൽ വെച്ച പല ജഡ്ജിമെന്റിലും അവർ പറയുന്ന ഇതൊരു, അതായത് ആരെയും കൊല്ലാം, അല്ലെ ആർക്കും ആരെ മേലിലും ഈ ഒരു കുറ്റം ചുമത്തി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ ആർക്കും ഈ വളരെ ഈസി ആയിട്ട് വെളിയിൽ വരാന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സുപ്രീം കോടതി വിധി കൊണ്ട് സ്ഥാപിക്കുന്നത്. സുപ്രീം കോടതി ഈ ഒരു വിധിയുമായിട്ട് ബന്ധപ്പെട്ട സഹോദരൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് എപ്പോഴും ഇരയ്ക്ക് അനുകൂലമല്ല. അത് ശരിയാണ്. കാരണം ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു പെൺകുട്ടി ഇത്രയും ക്രൂരമായ രീതിയിൽ മരണപ്പെടുന്നു. അതൊരു കൊലപാതകമാണെന്ന് പോലുമാണ് നമുക്ക് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൊലപാതകം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫോഴ്സ്ഫുള്ളിയുള്ള ആത്മഹത്യയാണ്. അല്ല അവൾ സ്വമേധയാ അവളുടെ ജീവൻ വേണ്ടെന്ന്
അവക്കൊരു പോയിന്റ് തോന്നുന്നു പറയുന്നത് അവളെ ജീവിക്കാൻ അനുവദിക്കാതെ അത്രയും രീതിയിൽ ഈ കിരൺകുമാർ എന്ന് പറയുന്ന ചെറ്റ് അവൾ അത്ര ഉപദ്രവിച്ചുകൊണ്ടാണ്, മാനസികമായി അത്രയും പീഡിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ അതിനെ ഒരു രീതിയിൽ കൊലപാതകം മാത്രം നമുക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടാൽ, ഈ സമാനമായിട്ടുള്ള രീതിയിൽ ഗാർഹിക പീഡനം അനുഭവിക്കപ്പെട്ടാൽ അവർക്കൊരു നീതി കിട്ടാനായിട്ട് നമ്മൾ കോടതി വരാന്തയിലേക്ക് കയറി ഇറങ്ങണം. എത്ര വർഷം എടുക്കും, എത്ര നാളെടുക്കും? എന്നിട്ട് എന്താണ്, ഇതിനൊക്കെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും തിന്നുകൊടുത്ത് പുറത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും. ഇവന്മാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഗോവിന്ദിച്ച അമ്മയെ കണ്ടിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ? അപ്പൊ ഇങ്ങനെ പോകുന്നൊരു നിയമത്തിൽ നമുക്ക് പോലും, അപ്പൊ നമുക്കൊരിക്കലും ഈ നിയമത്തിനോട് പോലും നമുക്കൊരു ഒരു കൂറ് തോന്നൂല, നമുക്കൊരു വിശ്വാസം തോന്നൂല. ആ വിശ്വാസം നമുക്ക് അപ്പാടെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അവരുടെ ഈ വിജിത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അത്രയും സങ്കടത്തിൽ. കാരണം ഇവരൊന്നും പ്രതീക്ഷിച്ച കാര്യമേ അല്ല ഇത്. നമ്മളെല്ലാവരും കരുതിയുന്നത് എന്താണ്, 10 വർഷമെങ്കിൽ 10 വർഷം അവരുടെ ജയിലിൽ കിടക്കുമല്ലോ. ഇനി ഇവന് നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ തന്നെ ഇവന് പ്രത്യേകിച്ച് ഒരു ജോലി ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. വിസ്മയുടെ മരണത്തിന് കാരണക്കാരനായ കിരൺ കുമാർ എന്നുള്ള രീതിയിൽ തന്നെ ഇവൻ അറിയപ്പെടും. പക്ഷേ ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഇവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും, ഇപ്പൊ പരോള് കിട്ടി, 1 മാസം പരോളാണ് അവന് കിട്ടിയിരുന്നത്. ഇനി അവൻ ജയിലിൽ തന്നെയായിരിക്കും, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവരിപ്പോൾ കംപ്ലീറ്റ് ഇനി ഫ്രീ ആണ് ഇവൻ. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, വേറെ ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോവാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തിന് ഇങ്ങനെ വിലസ് നടക്കുന്നത് നമ്മളിനി കാണേണ്ടി വരും. അപ്പൊ നമ്മുടെ നിയമത്തോട് നമുക്കൊരു പുച്ഛം തോന്നും. ബാക്കിയോടെ കേൾക്കാം. ഇത്രയും വലിയ രാജ്യമായ ഇന്ത്യയിൽ ഇതേപോലത്തെ അവർക്കൊരു കേസിൽ ഈ ഇത്രയും വലിയ തെളിവും ഇത്രയും വലിയ സാക്ഷിമൊഴികളും എല്ലാം ഉള്ള കേസിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇതിന് എന്താണ് നിയമസഹായം സാധ്യമാവുക എന്ന് ഞങ്ങൾ ട്രൈ ചെയ്യും. അവസാനം വരെ ഞങ്ങൾ നോക്കും. കാരണം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല. ഞാനിപ്പോ എന്റെ ഒരു പെങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് എന്തുമാത്രം ഞാൻ ഈ ഒരു കേസിന് വേണ്ടി പോരാടുന്ന എനിക്ക് ആർക്കും വെളിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രത്തോളം ഞാൻ പോരാടി. അപ്പൊ ഇനിയും അവസാനം ഞാൻ ഈ വെളിയിൽ ഈ വന്ന് തെണ്ടുന്ന കാലത്തോളം ഞാൻ പോരാടും. അതിപ്പോ അവസാനം വരെ ശ്വാസം വരെ ആയാലും ഞാൻ പോരാടും. കാരണം അത് മാത്രമേ എനിക്ക് എന്റെ സഹോദരിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എന്റെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. അതൊരവസ്ഥയാണ് വിജിത്തിന്റെ ആ സംസാരത്തിൽ തന്നെ ഉണ്ട്. കാരണം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ വിജിത്ത് ചെയ്തതാണ്. ഇപ്പോഴത്തെ വാക്ക് പറയുന്നുണ്ട്, സാമ്പത്തികപരമായിട്ട് പോലും. അതായത് ഇത്രയും നാളും കേസ് നടത്തുമ്പോഴത്തേക്കുണ്ടാകുന്ന സാമ്പത്തിക ചെലവിനെ പറ്റിയൊക്കെ നമുക്ക് ഊഹിക്കാം അല്ലേ. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് തെറ്റുകാരനായവന് ഇനി പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിലെ? ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഇവിടെ നീതിയില്ല, പക്ഷേ തെറ്റുകാരന് വിലസി നടക്കാം. അപ്പോൾ നമുക്ക് നിയമത്തോട് പുച്ഛം തോന്നും. ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് തെളിവില്ലാത്തതുകൊണ്ടോ സാക്ഷിയില്ലാത്തതുകൊണ്ടോ അല്ല, ഞാൻ ഇവിടെ ഒരു ന്യൂസ് വെക്കുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് 41 സാക്ഷികളെ വിസ്തരിക്കുകയും 118 രേഖകൾ തെളിവിൽ അക്കമിടുകയും 12 തൊണ്ടിമുതലുകൾ നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഇതിന് കൃത്യമായിട്ടുള്ള സാക്ഷികൾ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രതിയുടെ പിതാവ്, അതായത് കിരൺകുമാറിന്റെ പിതാവ് സദാശിവൻ പിള്ള, സഹോദരപുത്രൻ അനിൽകുമാർ, ഭാര്യ ബിന്ദുകുമാരി, പ്രതിയുടെ സഹോദരി കീർത്തി, ഭർത്താവ് മുകേഷം നായർ എന്നീ 5 സാക്ഷികൾ വിസ്താരണത്തിനിടയിൽ കൂറുമാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, അവർ ചെറ്റകളായതുകൊണ്ട് പരമചെറ്റകളല്ലേ വീട്ടുകാരായിട്ടുള്ളത്. കിരൺകുമാർ അവരുടെ അറിയാം, അപ്പോൾ അവന്റെ വീട്ടുകാർ കൂറുമാറും. പക്ഷേ ഈ ഒരു കേസിൽ കൂറുമാറിയിട്ട് കൂടിയും അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ടുള്ള സാക്ഷികൾ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നു, തൊണ്ടിമുതൽ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗോവിന്ദ് ശാമയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സൗമ്യ അല്ലേ, അപ്പൊ സൗമ്യ അവിടെ മരണപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല, സാക്ഷികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ് ചാമിക്ക് അന്ന് വലിയ ശിക്ഷയൊന്നും കിട്ടാതെ പോയത്. പക്ഷേ ഈ കേസ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകളും സാക്ഷികളും എല്ലാം ഉണ്ട്. എന്നിട്ടാണ് എല്ലാ രേഖകളും ഉള്ളൊരു കേസിൽ ആ പ്രതിക്ക് അവിടെ ഇളവ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഇവനെതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അതും ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ താഴത്തോട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ, പരിക്കേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. അതിൽ ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും ഇവന്റെ പേരിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും വലിയ കുറ്റം ചെയ്തൊരുത്തിന് ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നാളെ നമ്മുടെ നാട്ടിൽ ആർക്കും എന്തു ആവാം. ഒരു പെണ്ണിനെ എത്രയും ക്രൂശിച്ചാൽ, എത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയാലും, ഇനി അവൾ അടിച്ചാലും ഇടിച്ചാലും സ്ത്രീധനത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അവൻ 2022 ജയിലിൽ കയറിയതാണ്. 2-3 വർഷം ജയിലിൽ കിടക്കുക, പുറത്തേക്ക് ഇറങ്ങുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവന് എവിടേക്കെങ്കിലുമൊക്കെ നാട് വിട്ടു പോകും, അവിടെ എന്തെങ്കിലും ജോലി ചെയ്യും. കാരണം അവൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്തുണ്ട്. ഗവൺമെന്റ് ജോലി കിട്ടത്തില്ലെന്നേ ഉള്ളൂ.
എന്ത് അവസ്ഥയാണെന്ന് ആലോചിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും വിസ്മയുടെ വീട്ടുകാർ പോരാട്ടമായി മുന്നോട്ട് പോയിട്ട് ഈ പരമനാറിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഈ കേസ് അവസാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിന്റെ കോടതി എന്ന് പറഞ്ഞൊരു കോടതി നമ്മൾ സങ്കടം വരുമ്പോൾ പറഞ്ഞു, പക്ഷെ ആ കോടതിയിലേക്കല്ല, നമ്മുടെ കോടതിയിൽ തന്നെ ഇവന് ശിക്ഷ കിട്ടണം.